സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി 2 ദിവസം പിന്നിട്ടിട്ടും താനൂരിൽ പ്രചാരണത്തിനിറങ്ങാതെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ അബ്ദുറഹ്മാന് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് CPM നേതൃത്വം. ജംഷീർ കൊടഞ്ഞു ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. ജംഷീർ, അബ്ദുറഹ്മാൻ മത്സരത്തിനില്ല എന്നാണോ? അദ്ദേഹം നേരത്തെ തന്നെ അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം? ജീന മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ വി അബ്ദുറഹ്മാൻ അറിയിച്ചിരുന്നു. എന്നാൽ അത് പരിഗണിക്കാതെ CPM സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിലുള്ള ഒരു അസംതൃപ്തി ആണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം ഇതുവരെ സ്ഥാനാർത്ഥി പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ ജില്ലയിൽ എല്ലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ലിസ്റ്റ് പ്രഖ്യാപിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും അന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡ് ഷോ നടത്തി പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വി അബ്ദുറഹ്മാൻ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പ്രചരണത്തിനൊന്നും തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിക്കുമ്പോഴും പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടും അത് പരിഗണിക്കാതെ അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള അസംതൃപ്തിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ നേതാക്കന്മാർ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിൽ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇടപെടും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സമയം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ആണ് ഇറങ്ങാത്തത്, അതിനുശേഷം പിന്നീട് ഇറങ്ങുമെന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. അതേസമയം തന്നെ പ്രാദേശിക CPM നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. മണ്ഡലം കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. ആ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ CPMന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജില്ലയിൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ ഏത് കാരണമായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ആരോഗ്യ പ്രശ്നം എന്നാണല്ലോ, അത് തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്. ആരോഗ്യ പ്രശ്നം ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിന്, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ്, നോമ്പും മറ്റുമായതുകൊണ്ടാണ്. അതിനുശേഷം ഇറങ്ങുന്നുള്ള ഈ ആരോഗ്യ പ്രശ്നമല്ല, മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. 2 തവണ മത്സരിച്ചാണ്, ഒരു തവണ മന്ത്രിയായതാണ്. ഇനി മത്സരിക്കാനില്ല എന്ന തരത്തിൽ അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഖവിൽ കിടക്കാതെ അദ്ദേഹം തന്നെ തുടരണം എന്നുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം താനൂരിൽ അദ്ദേഹം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വി അബ്ദുറഹ്മാനെ തന്നെ മത്സരത്തിലേക്ക് അദ്ദേഹം ഇതുവരെ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. അന്വേഷിക്കാനുള്ള നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ നൽകിയത്.